ഹലോ ഫ്രണ്ട്സ്, ഞാൻ അപർണ വിവേക്കുമാർ. എല്ലാവർക്കും എവർഗ്രീൻ സ്വാദിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നാടൻ അരിയുണ്ടയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണിത്. നല്ല സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഹെൽത്തി ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി കാണാം. ആദ്യം തന്നെ അരി ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു കപ്പ് മട്ട റൈസ്, അതായത് കുത്തരി, നമ്മൾ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അരി നന്നായിട്ട് മൂത്ത് തുടങ്ങും. അപ്പൊ അതിന്റെ കളറ് മാറി പൊട്ടി തുടങ്ങും. അങ്ങനെ എല്ലാ അരിയും പൊട്ടി തുടങ്ങണ വരെ നമ്മൾ ക്ഷമയോടുകൂടി ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 15 മിനിറ്റോളം നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ എല്ലാ അരിയും നന്നായിട്ട് മൂത്ത് വരും. ഇനി ഇത് നമ്മൾ ആറാൻ വെക്കണം. ആറിയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഏകദേശം 15 മിനിറ്റോളം നമ്മൾ വറുത്തെടുത്ത അരിയാണിത്. എല്ലാ അരിയും പൊട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട്. അരി നല്ല ഫൈൻ പൗഡർ ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക്, ഒരു വലിയ പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി ശർക്കരയും തേങ്ങയും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ പോണത്. ശർക്കരയും തേങ്ങയും നമ്മൾ ഡയറക്റ്റ് ചേർക്കാതെ സെയിം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പയ്യെ ഒന്ന് തിരിച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് 1/4 കപ്പ് ശർക്കര ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് തേങ്ങ ചിരകി. ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് പയ്യെ ഒന്ന് തിരിച്ചെടുക്കാം. അതിൽ ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കൂടുതൽ എടുക്കാം. അപ്പൊ ഇത് പയ്യെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ ഒന്ന് പയ്യെ തിരിച്ചെടുത്താൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഈർപ്പം ഇറങ്ങി വരികയും ചെയ്യും. നന്നായിട്ട് എല്ലാം കൂടി ബ്ലെൻഡായി കിട്ടുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പൊ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഒരു ഈർപ്പം ഉണ്ടാവും നമ്മളിപ്പോ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്ന പൊടിക്ക്. അപ്പൊ ഇനി ഇത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പോവാണ്. അങ്ങനെ ഓരോ ഉരുളകളായിട്ട് നമ്മൾ നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് ബേക്കറി പലഹാരങ്ങൾ കഴിക്കുന്ന പോലെയല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. പുറമെ ആവശ്യത്തിന് ഹാർഡും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ് ഈ അരിയുണ്ടയ്ക്ക്. അതുപോലെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് തേങ്ങയും ശർക്കരയും അതുപോലെ നമ്മുടെ മലയാളികളുടെ സ്വന്തം മട്ടയരി. അപ്പൊ ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ. അപ്പൊ നല്ല റെസിപ്പീസ് കാണാനായിട്ട് എവർഗ്രീൻ സ്വാദ് സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.